സംസ്ഥാനത്ത് 118 പേർക്ക് സൂര്യാഘാതം. പാറശാലയിലും കണ്ണൂരും 2 പേർ മരിച്ചു. മൃതദേഹത്തിൽ പൊള്ളലേറ്റ പാടുകൾ. പാറശാല ഐര സ്വദേശി കരുണാകരൻ, പയ്യന്നൂർ വെള്ളോറയിൽ സ്വദേശി നാരായണൻ എന്നിവരാണ് മരിച്ചത്. അതേസമയം 10 ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യത. സൂര്യാഘാതത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് പലയിടത്തും ചൂട് കനക്കുകയാണ്. സൂര്യാഘാതത്തെ തുടർന്നാണ് പാറശാല ഐര സ്വദേശി കരുണാകരൻ മരിച്ചത്. വെള്ളരിവയലിൽ കണ്ടെത്തിയ മൃതദേഹത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്. നെയ്യാറ്റിങ്കര കോടതിയിലെ ക്ലർക്കാണ് മരിച്ച കരുണാകരൻ. പയ്യന്നൂർ വെള്ളോറയിൽ ചെക്കിക്കുണ്ടിലെ നാരായണനും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് നാരായണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേഹത്ത് പൊള്ളലേറ്റ പാടുകളുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം ഉറപ്പിക്കാനാവൂ. പുനലൂരിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങിയ RSP പ്രവർത്തകനും പൊള്ളലേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ താപനില 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അനിശ്ചിതത്വത്തിൽ. രാഹുൽ മത്സരിക്കുമെന്ന കേരള നേതാക്കളുടെ പ്രചരണത്തിനെതിരെ PC ചാക്കോ രംഗത്ത്. വസ്തുതാപരമല്ല നേതാക്കളുടെ പ്രസ്താവനയെന്ന് PC ചാക്കോ വിമർശിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സീറ്റ് വീതം വെപ്പ് നടന്നതെന്നും ദില്ലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ PC ചാക്കോ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ കലാപങ്ങൾക്കാണ് കോൺഗ്രസിൽ തുടക്കമിട്ടിരിക്കുന്നത്. AI ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് രാഹുലിന്റെ പേര് വലിച്ചിഴച്ചുവെന്ന് ഹൈക്കമാൻഡ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. BJPയെ പേടിച്ച് ഓടുകയാണെന്ന വിമർശനവും ശക്തമായി. ഇതോടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അനിശ്ചിതത്വത്തിലായി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് സമ്മതിച്ചതായി പറയുന്ന രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരെ ലക്ഷ്യം വെച്ച് വിമർശനവുമായി PC ചാക്കോ രംഗത്തെത്തി. നേതാക്കൾ പറയുന്നത് വസ്തുതാപരമല്ലെന്ന് ജനറൽ സെക്രട്ടറി ചുമതലയുള്ള PC ചാക്കോ കുറ്റപ്പെടുത്തി. രാഹുലിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കണമായിരുന്നുവെന്നും PC ചാക്കോ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങളോട് വാക്ക് പറഞ്ഞു, അല്ലെ രാഹുൽ ഗാന്ധി പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരാരെങ്കിലും പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം രാഹുൽ ഗാന്ധി അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. ഒന്നിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കും, അതല്ലെങ്കിൽ ആ തീരുമാനം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് വിട്ടുവെന്ന് വരാം. രാഹുൽ ഗാന്ധി തീരുമാനിച്ചു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അനുകൂലമായി പ്രതികരിച്ചു എന്ന വ്യാജേന ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കെതിരെയും ചാക്കോ ആഞ്ഞടിച്ചു. പങ്കുവയ്പ് രാഷ്ട്രീയം നിർഭാഗ്യകരമാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടന്നത് അപക്വമായ രീതിയിൽ. നേതാക്കൾ സങ്കുചിത താല്പര്യത്തിനപ്പുറം പോകുന്നില്ലെന്നും ചാക്കോ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് പക്വമായൊരു നിലയിലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ 2 പ്രബലമായ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റുകൾ പങ്കുവെക്കുക എന്നതാണ് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനം. പരസ്പരം എല്ലാ സ്ഥാനമാനങ്ങളും, പാർട്ടി സ്ഥാനങ്ങളാണെങ്കിലും നിയമസഭാ പാർലമെന്റ് സീറ്റുകളാണെങ്കിലും എല്ലാം പരസ്പരം പങ്കുവെച്ച് പോകുന്ന ഒരു സ്ഥിതി നിർഭാഗ്യവശാൽ അവിടെ ഉണ്ട്. വളരെ പരിചയസമ്പന്നരായ നേതാക്കന്മാർ കേരളത്തിലുണ്ടെങ്കിലും അവർക്ക് ഈ സങ്കുചിതമായ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഗ്രൂപ്പ് തർക്കവും വിമർശനങ്ങളും ശക്തമായതോടെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആശങ്കയിലാണ്. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനമെടുക്കാനാണ് ശ്രമം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം തുടരുന്നു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്നും തീരുമാനമായില്ല. ഇന്നലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാധ്യമങ്ങളെ അറിയിച്ചത്. മറ്റു കാര്യങ്ങൾ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. രാഹുലിന്റെ വരവ് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മുല്ലപ്പള്ളിയുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാതെ ഒളിച്ചോടുകയാണെന്ന വിമർശനം ഉയർന്നതോടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുൽ പുനരാലോചന നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. നാളെ നടക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അവതാളത്തിലായിരിക്കുകയാണ്. ഇന്നലെ കൊട്ടിഘോഷിച്ച കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ ഇന്ന് മിണ്ടാട്ടമില്ലാതെ കഴിയുന്നു. കോഴിക്കോട് നിന്നും PV കുട്ടൻ.
രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ചെന്നിത്തല റിവേഴ്സ് ഗിയറിലേക്ക്. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം. അദ്ദേഹം മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടിയൊന്നും ഉണ്ടാകില്ലെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി പതിയെ സ്വരം മാറ്റുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്ന് പുറത്തുവരുന്നത്. മുല്ലപ്പള്ളി വാർത്താസമ്മേളനം റദ്ദാക്കി നാണക്കേട് ഒഴിവാക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ചോദ്യങ്ങളിൽ നിന്നും ഓടിയൊളിച്ച് തടി രക്ഷപ്പെടുത്തി. എന്നാൽ മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തലയ്ക്ക് ഇന്നലത്തെ ആത്മവിശ്വാസമില്ലായിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നതാണ് തങ്ങളുടെ എല്ലാം ആഗ്രഹം. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടിയൊന്നും ഉണ്ടാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി പൂർണ്ണമായ ഉറപ്പ് പറയാതെയാണ് നിങ്ങൾ ഇങ്ങനെ ആവശ്യം പരസ്യപ്പെടുത്തുന്നത്. ഇനി രാഹുൽ ഗാന്ധി പിൻവാങ്ങിയാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിനും യുഡിഎഫിനും അത് തിരിച്ചടിയാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ തിരിച്ചടിയൊന്നുമില്ല. ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ലേ? അത് തന്നെയാണ് ചോദിച്ചത്. ഇന്നലെ ഈ കാര്യം ചർച്ച ചെയ്തതിനു ശേഷം ഉമ്മൻചാണ്ടി നമുക്ക് കൂടുതൽ ദിവസമായി. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ നാളെ യോഗം ചേരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം വരുമോ? ഒരു ആശയക്കുഴപ്പവും പ്രവർത്തകരുടെ ഇടയിലില്ല. രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ചാണക്യ ബുദ്ധിയുടെ ഉപജ്ഞാതാവാകാൻ നടന്നവർ ഓരോരുത്തരായി പറഞ്ഞത് വിഴുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. PC ചാക്കോയുടെ പ്രതികരണം ഏതർത്ഥത്തിലാണെന്ന് അറിയില്ലെന്ന് ബെന്നി ബെഹനാൻ. കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തുമെന്ന് വിശ്വസിക്കുന്നില്ല. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് അണികൾക്കോ നേതാക്കൾക്കോ ആക്ഷേപമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നുവെന്നും ബെന്നി ബെഹനാൻ കൊച്ചിയിൽ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒരു അദ്ദേഹം ഏറ്റവും കോൺഗ്രസിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം അങ്ങനെ കോൺഗ്രസിന് ഒരു ക്ഷീണമുണ്ടാകത്തക്ക രീതിയിലുള്ള അഭിപ്രായം അദ്ദേഹം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഞാൻ മറ്റൊന്ന് പറയുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു അസംതൃപ്തിയും ഒരതിർത്തിയും കോൺഗ്രസ് അണികൾക്കില്ല, കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ ആലപ്പുഴയിൽ ആഞ്ഞടിച്ച് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. നിലപാടുകളില്ലാത്ത നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് VM സുധീരൻ. വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് പത്രസമ്മേളനത്തിൽ നിന്ന് D സുഗതൻ ഇറങ്ങിപ്പോയി. തുടർന്ന് നാടകീയ രംഗങ്ങൾ. ഷാനിമോൾ ഉസ്മാന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ VM സുധീരൻ നടത്തിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള D സുഗതനെ ചൊടിപ്പിച്ചത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ നാഴികയ്ക്ക് 40 വട്ടം അഭിപ്രായം മാറ്റിയും മറിച്ചും പറഞ്ഞ് സ്വയം വിശ്വാസ്യത സ്വയം നഷ്ടപ്പെടുത്തിയ ഒരാളാണ്. വെള്ളാപ്പള്ളിക്കെതിരെ VM സുധീരൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള D സുഗതൻ പത്രസമ്മേളനത്തിനിടയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അനവസരത്തിലാണ് VM സുധീരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതെന്നാണ് പിന്നീട് D സുഗതൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അല്ല, SNDPക്ക് വെള്ളാപ്പള്ളിക്കെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അതിന് കൂടി ഇരിക്കത്തില്ല. അത് വേണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വേണ്ടായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പത്രസമ്മേളനം നടന്നാരായാലും അവിടെ ഇരിക്കില്ല. പിന്നീട് DCC യോഗത്തിൽ VM സുധീരൻ പൊട്ടിത്തെറിച്ചു. പാർട്ടിയിൽ യൂദാസുകളുണ്ടെന്നും പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന യൂദാസുകളെ മാറ്റി നിർത്തണമെന്നുമാണ് VM സുധീരൻ പറഞ്ഞത്. CPM-നെയും BJP-യെയും സഹായിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും VM സുധീരൻ പറഞ്ഞു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അമേഠിയിൽ തോൽവി ഭയന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മറ്റ് മണ്ഡലങ്ങൾ തേടുന്നതായി കേൾക്കുന്നുവെന്ന് BJP ദേശീയ വക്താവ് സാംപിത് പാത്ര. രാഹുലിന്റെ സ്വത്തുക്കളിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മത്സരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. എന്നാൽ രാഹുൽ എവിടെ മത്സരിച്ചാലും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകുന്ന സ്വത്തുവിവരം സംബന്ധിച്ച സത്യവാങ്മൂലം രാജ്യം സൂക്ഷ്മ പരിശോധന നടത്തുമെന്നും സാംപിത് പാത്ര പറഞ്ഞു. जब वो पता नहीं वो कहां से लड़ेंगे. आज तो हमने देखा कि शायद अमेठी से भी जा सकते हैं, कहीं और जाने की प्लान कर रहे हैं, डरे हुए हैं. जहां से भी नॉमिनेशन भरेंगे हम एक टेलीस्कोपिक व्यू उनके नॉमिनेशन के ऊपर रखेंगे, क्योंकि जो खुलासा हम अभी करने वाले हैं वो बहुत गंभीर है. और ये सारे खुलासे कुछ तो हमने तथ्यों को मीडिया के माध्यम से, कुछ कोर्ट से और कुछ विसल ब्लोअर्स से लिए हैं और उसको कोलेट किया है. जो एफिडेविट राहुल गांधी जी ने 2004 में, 2009 में और 2014 में भरे थे.
രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിന്റെ കാപട്യം പുറത്തുവന്നെന്ന് സിപിഐഎം പോൾ ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. കോൺഗ്രസിന്റെ ബിജെപി വിരുദ്ധ നിലപാട് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനെന്നും SRP. കേരളത്തിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം ഒരു സന്ദേശം നൽകുന്നുണ്ട്. BJP അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതുമാത്രവുമല്ല, കോൺഗ്രസിൻ്റെ BJP വിരോധ നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു കപടതന്ത്രം മാത്രമാണെന്നും ഇത് തെളിയിക്കപ്പെടും. വടകരയിൽ തരംഗമായി LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. പൊള്ളുന്ന വേനൽ ചൂടിലും ആയിരങ്ങളാണ് P. ജയരാജനെ വരവേൽക്കാൻ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും കൊടുംവേനലിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും കിടപ്പ് രോഗികൾക്ക് സഹായങ്ങൾ എത്തിക്കാനും LDF പ്രവർത്തകർ മുന്നിട്ടിറങ്ങുമെന്ന് P. ജയരാജൻ പറഞ്ഞു. PV കുട്ടന്റെ റിപ്പോർട്ടിലേക്ക്. വടകരയുടെ ഗ്രാമീണ മേഖലയിൽ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പര്യടനം തുടരുന്നത്. വലിയ ആവേശപൂർവ്വമാണ് ജനങ്ങൾ, സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ P. ജയരാജനെ സ്വീകരിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ P. ജയരാജൻ, തെരഞ്ഞെടുപ്പിന്റെ ആവേശം വലിയ ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഗ്രാമീണ മേഖലയിലുള്ള പര്യടനത്തിന്റെ ഒരു അനുഭവം? ഈ മണ്ഡലത്തിലെ യുവാക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതോടൊപ്പം ജനസേവനത്തിൻ്റെ രംഗത്തും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി യൂത്ത് ബ്രിഗേഡ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലുടനീളം രൂപീകരിച്ചിരിക്കുകയാണ്. അവർ പ്രത്യേകമായിട്ടുള്ള യൂണിഫോം ഇട്ട് ആ യൂത്ത് ബ്രിഗേഡിൻ്റെ രൂപീകരണം, പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി സഖാവ് KP മോഹനൻ നിർവഹിക്കുകയുണ്ടായി. അവരുടെ ഗാർഡ് ഓഫ് ഓണറോടുകൂടിയാണ് ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചത്. അത് അങ്ങേയറ്റം ആവേശകരമായിട്ടൊരു പരിപാടിയാണ്. കാരണം അത്യുഷ്ണകാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത്. ആ കാലയളവിൽ ജനങ്ങൾക്ക് ഈ ചൂടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാകും. അതിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവും, മറ്റ് കാലാവസ്ഥാജന്യമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഈ യൂത്ത് ബ്രിഗേഡ് തീരുമാനിച്ചത്. അപ്പോൾ വോട്ടഭ്യർത്ഥനക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം ജനസേവന പ്രവർത്തനവും, അതാണ് ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ മുദ്രാവാക്യം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ LDFൻ്റെ വിജയം അത് യുവാക്കൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിലും വളരെ വ്യത്യസ്തമായ ജനോപകാരപ്രദമായ പരിപാടികളാണ് P. ജയരാജന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സാന്ത്വന പരിചരണ രംഗത്തൊക്കെ വളരെ വിപുലമായ സഹായങ്ങൾ, കിടപ്പ് രോഗികൾക്കുൾപ്പെടെ വിപുലമായ സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതികളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വണ്ടിയിൽ നിന്ന്, പ്രചാരണ വണ്ടിയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ പൊതുപര്യടനത്തിന് ആവേശത്തുടക്കം. തുറന്ന വാഹനത്തിൽ അഴീക്കോട് മണ്ഡലത്തിലെ 3 നിരത്തിൽ നിന്നാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പൊതുപര്യടനം ആരംഭിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാൻഡ് മേളത്തിന്റെയും ഇരുചക്ര വാഹന റാലിയുടെയും അകമ്പടിയിൽ തുറന്ന വാഹനത്തിലാണ് ശ്രീമതി ടീച്ചറുടെ പര്യടനം. വൻകുളത്ത് വയൽ, ചാലാട് ബാനു സ്മാരകം, കക്കാടങ്ങാടി, അത്താഴക്കുന്ന്, കണ്ണാടിപ്പറമ്പ് തെരു, നാറാത്ത് ടൗൺ, ബാലൻകിണർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിവസത്തെ പൊതുപര്യടനം. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ കേരളത്തിൽ LDFന് ജനം വൻ വിജയം സമ്മാനിക്കുമെന്ന് പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്ത EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യയിൽ BJP ഇതിനൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഇടതുപക്ഷ മതനിരപേക്ഷതാ ശക്തികൾ ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഭാവി ഉണ്ടാകൂ. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ BJP അധികാരം പിടിക്കും. ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ BJP അകറ്റി നിർത്തിക്കൊണ്ട് ഒരു BJP ഗവൺമെന്റുകൾ, ജനാധിപത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വൻ വിജയം ഉറപ്പിക്കുന്നതാണ് പര്യടനത്തിൽ ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണമെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു.
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ LDFനെ വരവേൽക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരിമാർ ഇത്രയധികം ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. വീട്ടിൻ്റെ മുൻപിലേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വഴിനീളെ നമുക്ക് അവരെ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ബഹുജനങ്ങളായ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും ശ്രീമതി ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. വിജയിക്കുമെന്ന് 100% ഉറപ്പുണ്ടെന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. ഒന്നാം ഘട്ട പ്രചാരണം അവസാനിച്ചെന്നും തെരഞ്ഞെടുപ്പിൽ ആശങ്കകളൊന്നുമില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ചിത്രമുറങ്ങുന്ന ആറ്റിങ്ങലിന്റെ മണ്ണിനെ തിരിച്ചുപിടിക്കാൻ UDF ഇപ്പോഴും ഇപ്രാവശ്യം ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസിലെ അടൂർ പ്രകാശിനെയാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എത്രമാത്രം പ്രതീക്ഷയാണ്? പ്രചരണങ്ങൾ ഏതുവരെയായി? 100% പ്രതീക്ഷയോട് കൂടിയാണ് ഈ നിയോജകമണ്ഡലത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. എന്നോടൊപ്പമുള്ള UDFൻ്റെ സഹപ്രവർത്തകരുടെ ആത്മവിശ്വാസവും അവർ എനിക്ക് നൽകുന്ന കൈത്താങ്ങുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് ഞാൻ കാണുന്നു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആശങ്കയില്ല എന്ന് പറയുന്നത് UDFന് അനുകൂലമായ ഒരു ചിത്രം ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരിക്കും എന്ന് പരിപൂർണമായി ഞാൻ നോക്കിക്കാണുന്നു, അത് വിശ്വസിക്കുന്നു. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പൊതുവെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 6ഉം LDFന്റെ കൈവശമാണ്. ഒരെണ്ണം മാത്രമാണ്, അരുവിക്കര നിയോജക മണ്ഡലം മാത്രമാണ് UDFന്റെ പക്കലുള്ളത്. 68,000-ത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ LDF സ്ഥാനാർത്ഥിക്ക്. ഇതെല്ലാം മറികടന്ന് എത്രമാത്രം വിജയത്തിലേക്ക് എത്തും എന്നാണ് കരുതുന്നത്? എന്തായാലും ഞാൻ ഒരു കാര്യം ആദ്യം സൂചിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ 68,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം വാങ്ങിയെടുത്തു എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല. കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ പോകുന്ന UDFന് അനുകൂലമായൊരു തീരുമാനം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വിജയം കൈവരിക്കും. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. അകാലത്തിൽ അന്തരിച്ച സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി 90 ദിവസം കൊണ്ട് ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഹൃദയാഘാതത്തെ തുടർന്ന് 32-ാം വയസ്സിൽ അന്തരിച്ച റോമി മാത്യുവിന്റെ സ്മരണയ്ക്കാണ് തൃശൂർ എളവൂർ സെന്റ് മേരീസ് പള്ളിയുടെ സമീപത്തായി റോമി മാത്യു മെമ്മോറിയൽ ബസ് ഷെൽട്ടർ സുഹൃത്തുക്കൾ സ്ഥാപിച്ചത്. എളവൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് വളവിൽ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തു. റോമിയുടെ ജനങ്ങളോടുള്ള ഇടപെടൽ എന്നും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി റോമി മാത്യു ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കാണ് ആരംഭം കുറിക്കുന്നതെന്ന് ഫൗണ്ടേഷൻ കോർഡിനേറ്ററും ജോയി ആലുക്കാസ് ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജറുമായ അനീഷ് വർഗീസ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മൽ സി പാതാട്, വാർഡ് മെമ്പറും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു.